ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യ ഉത്തരവ് 3:30 പുറത്തിറങ്ങും. ഹായ്, ഫേസ്ലെസ് ആണ്. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുകയാണ്. ഇന്ന് 3:30 ആവുമ്പോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. സാധാരണഗതിയിൽ 7:30 വരെ ജയിൽ ടൈം ഉണ്ട്. ജാമ്യ ഉത്തരവ് 3:30 പൂർത്തിയാക്കി ഒരു 4-5 മണിയോടുകൂടി ഉത്തരവ് ജയിലിൽ എത്തിക്കുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി കാത്തിരുന്ന ബോച്ചയുടെ ആരാധകർക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. എന്താണെങ്കിലും ഹണി റോസിനെ സംബന്ധിച്ച് ഇതുവരെ നടന്നതെല്ലാം നല്ലത് തന്നെയാണ്. കാരണം ബോച്ചയെ പോലെയുള്ള ഒരാള് നിരന്തരമായി അവരെ കുറിച്ച് ലൈംഗിക ചുവയുള്ള രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തിയിട്ട് അയാൾക്ക് വേണ്ട ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ടതില്ല. അതിൽ പ്രത്യേകമായി പറയേണ്ടത് കോടതിക്ക് അയാളോടുള്ള സമീപനമാണ്. എന്നാൽ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അതിന്റെ വിശദമായ കണ്ടീഷൻസ് അപ്ലോഡ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. 3:30 മണിക്ക് ഇതുമായി സംബന്ധിച്ച വിശദമായ ഉത്തരവ് അപ്ലോഡ് ചെയ്യാമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സാധാരണ മനുഷ്യന് എന്തൊക്കെയാണോ കിട്ടുക ആ പരിഗണനയെ അയാൾക്ക് കോടതിയിലും കിട്ടിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് ശരിക്കും നിയമവ്യവസ്ഥയോട് നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ജാമ്യം കൊടുക്കാനുണ്ടായ കാരണം പോലീസ് റിമാൻഡിൽ വെക്കാനുള്ള അപേക്ഷ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇത്രയും ദിവസം കസ്റ്റഡിയിലായിരുന്നു എന്നൊരു കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല തക്കതായ ശിക്ഷ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ നടപടികൾ നേരിടുന്നതും ഒക്കെ പൊതുസമൂഹത്തിന് നല്ല മികച്ച സന്ദേശം ആകുമെന്ന കാര്യം കൂടി പ്രോസിക്യൂഷൻ പറഞ്ഞു. അതുമാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളണമെങ്കിൽ അദ്ദേഹം ചെയ്ത കുറ്റം 7 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടേണ്ടതാവണം. ഇതിപ്പോ ചെയ്ത കുറ്റം തെളിയിക്കപ്പെട്ടാൽ അത് 3 വർഷം തടവേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ തള്ളാൻ വകുപ്പുകളൊന്നുമില്ല. അത് പ്രകാരം ഇന്ന് 3:30 അദ്ദേഹം പുറത്തിറങ്ങും. കോടതി വളരെ ശക്തമായ വിമർശനം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഈ ഘട്ടത്തിൽ ഉയർത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രയോഗത്തിൽ ദ്വയാർത്ഥമുണ്ട്, അതിൽ ദ്വയാർത്ഥമില്ല എന്ന് പറയാനാകില്ല എന്ന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാദപ്രകാരം ഇത് ലൈംഗിക ചുവയുള്ള സംസാരമല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും കോടതി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ലൈംഗിക ചുവയുള്ളതാണ്, സ്ത്രീ അധിക്ഷേപമാണ്. അതും ഒരു തവണയല്ല പല തവണയായിട്ട് ഇത് അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ കോടതിക്ക് മനസ്സിലായ കാര്യം കോടതി അദ്ദേഹത്തോട് പറഞ്ഞു. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കോടതി അദ്ദേഹത്തെ വിടുന്നത്. ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് വിഐപികൾ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിനെ കാക്കനാട് ജയിലിൽ അടച്ച സമയത്ത് സാധാരണ ഒരു പ്രതിയെ ജയിലിലടയ്ക്കുമ്പോൾ അവിടേക്ക് ആര് കാണാൻ വന്നാലും അത് ജയിൽ രേഖകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ വന്നവരുടെ രേഖകളിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ്.